നമ്മളൊരു കോൺട്രാക്ടറെ ചൂസ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി സംസാരിച്ചു. അപ്പൊ അതുപോലെ തന്നെ അടുത്തൊരു ഇത് ചോദിക്കാനുള്ളത്, നമ്മളൊരു വീട് വെക്കുമ്പോൾ ഫുൾ വർക്ക് ആണോ നല്ലത്, അതോ നമ്മൾ മെറ്റീരിയൽ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ലേബറെ വെച്ചിട്ട് ചെയ്യുന്നതാണോ നല്ലത്? നമ്മളിപ്പം പൊതുവെ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് നമ്മളൊരു വീട് പണി എങ്ങനെ ചെയ്യിപ്പിക്കണം എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. നമ്മളിപ്പോൾ മെറ്റീരിയൽ എടുത്തു കൊടുത്ത് ചെയ്യുന്ന രീതിയുണ്ട്. സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തിട്ട് ലേബർ കോൺട്രാക്ടായിട്ട് ചെയ്യും. ഇപ്പൊ രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് വേണേൽ പറയാം. ഇപ്പൊ നമ്മളൊരു വിദേശത്തുള്ള ആളോ അല്ലെങ്കിൽ നമ്മൾ സ്ഥലത്തില്ല, നമുക്കല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇതിന്റെ പുറകെ നടക്കാൻ സമയമില്ല, നമ്മൾ തിരക്കാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കോൺട്രാക്ടറായിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വസ്തരായിട്ടുള്ള നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ മുൻപ് വർക്കുകൾ നല്ലതായിട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ടറെ, കോൺട്രാക്ട് നല്ല ആളാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് അതിനകത്ത് ഒരു സ്ക്രൂവിന്റെ തൊട്ട് ഒരു ഹിഞ്ചസ്, എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ എഗ്രിമെന്റിനകത്ത് ഉൾപ്പെടുത്തി പേയ്മെന്റ് ഷെഡ്യൂൾ, പ്രത്യേകിച്ച് പേയ്മെന്റ് ഷെഡ്യൂൾ, ഏതൊക്കെ സമയത്താണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത് എന്നെല്ലാം ഉൾപ്പെടുത്തി ഫുള്ളായിട്ട് നമുക്ക് അവർക്ക് കോൺട്രാക്ട് കൊടുക്കാം. അപ്പോൾ അവരത് വിശ്വസ്തമായിട്ട് നല്ല രീതിയിൽ, നമ്മളതിനകത്ത് പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ ചെയ്യണ്ടെന്നല്ല, ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എഗ്രിമെന്റ് പ്രകാരമാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ സിമെന്റ് പറഞ്ഞു, നമ്മൾ ഇന്ന ബ്രാൻഡ് സിമെന്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് എഗ്രിമെന്റിൽ പറഞ്ഞു, അവർ ആ സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അതല്ല, ഡോർസ് ആൻഡ് വിൻഡോസ് നമ്മളിപ്പം പറഞ്ഞു തടിയാണ് അല്ലെങ്കിൽ സ്റ്റീലാണെന്ന് പറഞ്ഞു, അത് തന്നെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് മൊത്തത്തിലെ കോൺട്രാക്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പല രീതിയിലുള്ള പലർക്കും സംശയം വരും, ഈ പറഞ്ഞത് തന്നെയാണോ ചെയ്യുന്നത്, ചില നല്ല കോൺട്രാക്ടർ അല്ലെങ്കിൽ ചിലപ്പം തട്ടിപ്പുകൾ നടത്താം, ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ പ്ലാൻ പ്രകാരമാണോ അല്ല അവർ പറഞ്ഞ സ്പെസിഫിക്കേഷൻ പ്രകാരമാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഡിസ്പ്യൂട്ടൊക്കെ വരും. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പുറകെ നടക്കാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ലേബറായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ലേബറായിട്ട് കൊടുക്കുകയാണ്, നമ്മളിപ്പം അങ്ങനെ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സ്ഥലത്തുണ്ട്, നമുക്ക് ടൈമുണ്ട്, നമുക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കടകൾ, പരിചയമുള്ള കടകളുണ്ട്, നമുക്ക് സാധനങ്ങൾ കുറച്ചും കൂടെ വിലക്കുറവിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ആള്, നമുക്ക് ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് ലേബറിൽ കൊടുക്കാം. നമ്മൾ സാധനങ്ങൾ ഇപ്പോൾ സിമെന്റും കമ്പിയും എംസാൻഡ് മെറ്റൽ എല്ലാം നമ്മൾ ഇറക്കി കൊടുത്തിട്ട് നമ്മൾ ലേബർ കോൺട്രാക്ട് ആയിട്ട് കൊടുക്കാം. അപ്പൊ അവര് ഷട്ടറിങ് ചെയ്ത് അതിന്റെ തേപ്പ് വരെയുള്ള പണികളായിരിക്കും പൊതുവെ ലേബർ കോൺട്രാക്ട് ആയിട്ട് ചെയ്യുന്നത്. പിന്നീട് പെയിന്റിങ്, ടൈലിങ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ എല്ലാം അത് വേറെ വേറെ കോൺട്രാക്ടേഴ്സ് ആയിരിക്കും ചെയ്യുന്നത് പൊതുവെ. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വേറെ വേറെ റേറ്റിൽ കൊടുക്കണം. അതിനും നമ്മൾ മെറ്റീരിയൽ എടുത്ത് കൊടുക്കും. ഇപ്പൊ വയർ എടുത്ത് കൊടുക്കുക, സ്വിച്ച് മേടിച്ചു കൊടുക്കുക, പ്ലംബിങ്ങിന്റെ പൈപ്പ് മേടിച്ചു കൊടുക്കുക, ടൈല് മേടിച്ചു കൊടുക്കുക, ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ കോൺട്രാക്ടേഴ്സ് കാണും ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നത്, അവരെ കൊണ്ട് ആ പണികൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ ഫുള്ളായിട്ട്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ വരണം. സാധാരണ ഇങ്ങനെ വരുന്നിടത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞപ്പം, ടൈലിംഗ് കഴിഞ്ഞാണോ ഇലക്ട്രിക്കലിന്റെ വയർ വലിക്കേണ്ടത്, ഇനി ഇലക്ട്രിക്കൽ വയറിങ് കഴിഞ്ഞാണോ ഡോറ് ഫിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെയിന്റിങ്, അതിനെപ്പറ്റി ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരും. ഇപ്പൊ നമ്മൾ ആദ്യമേ കയറി ടൈലിങ്ങിന്റെ പണി ചെയ്യും. ടൈലിങ്ങിന്റെ പണി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പറയുന്നത്, അയ്യോ അവിടെ ഒരു പൈപ്പ് ഫ്ലോറിൽ കൂടെ പോകാനുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പണി ബാക്കിയുണ്ട്. അപ്പൊ ഇലക്ട്രീഷ്യൻ വന്നിട്ട് പിന്നെ ടൈല് പൊട്ടിക്കാൻ പറയും. അപ്പൊ അത് നമ്മളൊരു വീട്ടുകാരെന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ആളാണെങ്കിൽ നമുക്ക് ഏതൊക്കെ പണികൾ ആദ്യം ചെയ്യണം, ഏതൊക്കെ പണികൾ രണ്ടാമത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്ലാഷ് വന്നിട്ട് പണികൾ ഉഴപ്പാനോ, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചെലവുകൾ വരും, ടൈം പോവും. ഇപ്പൊ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ടൈല് ചെയ്യുന്നതിന് മുമ്പ് പ്ലംബിങ്ങിന്റെ പണികൾ തീർക്കേണ്ടതുണ്ട്, പ്ലംബിങ് പ്രഷർ ടെസ്റ്റ് ചെയ്യുവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ചില കാര്യങ്ങൾ ചിലപ്പം നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല എന്താണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും, നമുക്ക് അധിക ചിലവുകൾ വരും. ഇപ്പൊ ഒരു കോൺക്രീറ്റിന്റെ കനം, ഇപ്പൊ റൂഫ് സ്ലാബിന്റെ കനം എത്രയാണ് ഇടേണ്ടത്, ഇപ്പൊ 4 ഇഞ്ചാണ് 5 ഇഞ്ചാണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ 6 ഇഞ്ച് 7 ഇഞ്ച് പറയുന്ന അവർ പറയും ഇത് കുറവാണ്, കൂടുതൽ ഇട്ടാൽ നമുക്ക് വീടിന് കൂടുതൽ ബലം കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് 8ന്റെ കമ്പി ഇടേണ്ടത് 10ന്റെ കമ്പി ഇടുക, അല്ലെങ്കിൽ 16 mm കമ്പി ഇടുക. അങ്ങനെയൊക്കെ നമ്മൾ അധിക ചെലവ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇപ്പൊ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കൂടുതൽ പൈസ നമ്മൾ ആ വീട്ടിൽ മുടക്കേണ്ടതായിട്ട് വരും. ശരിക്കും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. നമ്മളൊരു പ്രോപ്പർ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു അതിനെപ്പറ്റി അറിയാവുന്ന ആളില്ലാത്തത് മൂലം നമ്മളിത് ശരിയായിരിക്കും, ഈ ചിലപ്പം അയൽപക്കക്കാരായിരിക്കാം, അല്ലെ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീട് പണി ചെയ്യാന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വരും, പല രീതിയിൽ പല അഭിപ്രായങ്ങൾ വരും. അതനുസരിച്ച് നമ്മൾ ചിലപ്പം ഈ കാര്യങ്ങൾ കേട്ടിട്ട് അയ്യോ വീട് പോകുമല്ലോ, അല്ലെങ്കിൽ ഇത് ശരിയായിട്ടുള്ള ക്വാളിറ്റിയിലല്ല ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ അധിക പൈസ മുടക്കി ഇപ്പൊ ഒരു ചാക്ക് സിമെന്റ് ഇടേണ്ടത് 2 ചാക്ക് സിമെന്റ് ഇടുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടം മാത്രമേ ഉള്ളൂ, പൈസ പോകുന്നുള്ളൂ. നമുക്ക് അതുകൊണ്ട് വീടിന് അധിക ലാഭം അല്ല സ്ട്രെങ്ത് കിട്ടുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു കമ്പി ഇടേണ്ടിടത്ത് 2 കമ്പി കിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അധികം നഷ്ടമായിട്ട് വരും. പിന്നെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ തന്നെ നേരിട്ട് എടുക്കുന്നതുകൊണ്ട് അതിനകത്ത് തട്ടിപ്പ് നടത്താൻ പറ്റില്ല. ഇപ്പോൾ 1 ചാക്ക് സിമെന്റ് ഇടേണ്ടത് 1 ചാക്ക് തന്നെ ഇടും, നമ്മുടെ സാധനം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ടൈൽ എടുത്ത് കൊടുക്കുന്നത് നമ്മളാണ്, പെയിന്റ് എടുത്ത് കൊടുക്കുന്നത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്.
അപ്പോൾ അതിന് രണ്ട് വർക്കിനും രണ്ടിൻ്റെയും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പം നമ്മൾ വീട് വെക്കാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ച് ഏതാണ് നല്ലത്, നമുക്ക് ഏതാണ് ഗുണമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഒരു വീട് പണി തുടങ്ങുമ്പോൾ ഓണറും കോൺട്രാക്ടറും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അതെ. ആ എഗ്രിമെന്റിൽ ഇല്ലാത്ത എക്സ്ട്രാ ചെലവിനെ പറ്റി ഒന്ന് പറയാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റിന് നമ്മളിപ്പം പലർക്കും അറിയാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടറും ഓണറുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് വെക്കുന്നു വീട് പണിക്ക്. വീട് പണിക്ക് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് എന്നുള്ള രീതിയിൽ അവരുടെ വിചാരം ഫുള്ള് കോൺട്രാക്ടർ ഇതിനകത്ത് ഉൾപ്പെടും, വീട് പണി ഫുള്ള് തീർത്ത് ചാവി ഹാൻ തരും, അവർക്ക് കയറി താമസിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഹിഡനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പൊതുവായിട്ടുള്ളത് നമ്മളിപ്പോൾ എഗ്രിമെന്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ അതിനകത്ത് ടൈലിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈലിംഗ് ചെയ്യണം, പെയിന്റിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിന്റിങ് ചെയ്യണം, ഇന്റീരിയർ വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ ചെയ്യണം, കോമ്പൗണ്ട് വോൾ ചെയ്യാൻ ആ എഗ്രിമെന്റിൽ ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് വോൾ ചെയ്യണം. എന്താണോ നമ്മൾ എഗ്രിമെന്റിൽ പറയുന്നത് അതെല്ലാം ഇതിൽ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. എഗ്രിമെന്റിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം അഡീഷണൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പം ഒരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു പെർമിറ്റ് എടുക്കണം. പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഞ്ചായത്തിൽ നിന്നുള്ള പെർമിറ്റ് എടുത്തു. പെർമിറ്റ് എടുത്ത് നമ്മൾ ആദ്യം സൈറ്റിൽ വേണ്ടത് ഇലക്ട്രിസിറ്റിയും വെള്ളവുമാണ്. നമ്മൾ കറണ്ടും വെള്ളവും ഇല്ലാതെ എന്തായാലും ഒരു വീട് പണി തുടങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം കിണർ കുഴിക്കണം. ഇനി കിണറല്ല ബോർവെല്ല് എന്ത് തന്നെയാണേലും അത് കോൺട്രാക്ടർ ആയിരിക്കത്തില്ല ചെയ്യുന്നത്, അത് വീട്ടുകാർ തന്നെ ആദ്യം ചെയ്യണം. പിന്നെ അതുപോലെ കറണ്ടിന്റെ കണക്ഷൻ എടുക്കണം, നമുക്ക് ടെമ്പററി കണക്ഷൻ എടുക്കണം. അതിന് നമ്മളൊരു പോസ്റ്റ് ഇടേണ്ടതാണെങ്കിൽ പോസ്റ്റ് ഇടണം. ഇനി അതല്ല, അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ഒരു ടെമ്പററി ബോർഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പേപ്പർ വർക്കുകളുണ്ട്, അത് അക്ഷയ വഴി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടുകാരാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വിദേശത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സ്ഥലത്തുള്ള ആൾക്കാരാണ് ഇത് ഫുള്ളായിട്ട് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് കോൺട്രാക്ടറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്യും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളൊരു വീട് പണി തുടങ്ങാനായിട്ട് കല്ലിട്ട് ഫൗണ്ടേഷൻ ചെയ്യുന്നു. ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിന് മുമ്പ് ചിലപ്പം നമുക്ക് അവിടുന്ന് മണ്ണ് ഉയർന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല താഴ്ന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ ആ പ്ലോട്ടിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ പ്ലോട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്, ഒരു വീട് പണിക്ക് ആവശ്യമായ രീതിയിൽ അതിനെ പ്ലോട്ടിനെ ലെവലാക്കി എടുക്കുക എന്നുള്ളതും ഒരു ഓണറെ സംബന്ധിച്ചുള്ള കാര്യമാണ്. കോൺട്രാക്ടറെ സംബന്ധിച്ച് ആ വീട് പണി തുടങ്ങുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനിയും ഫൗണ്ടേഷൻ ചെയ്യുമ്പം ഫൗണ്ടേഷനകത്ത് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയും വീട് അവിടെ പ്ലോട്ടിൽ തന്നെ മണ്ണുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഫൗണ്ടേഷനകത്ത് ഫില്ല്. ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ടതാണെങ്കിൽ ആ മണ്ണ് സപ്ലൈ ചെയ്യേണ്ടത് എക്സ്ട്രാ ആയിട്ട് വരും. കാരണം നമുക്ക് പലയിടത്തും പല മണ്ണിന്റെ വില പല രീതിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ മണ്ണ് ഒരുപാട് വിലയാണ് അത് കൊണ്ടുവരാനായിട്ട്, അതിന്റെ കോസ്റ്റ് വരും. ഇനി അത് അവൈലബിലിറ്റി പ്രശ്നമാണ്, മഴ സമയമൊക്കെ ആണെങ്കിൽ മണ്ണ് കിട്ടാതെ വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും മണ്ണ് ആ സൈറ്റിലേക്ക് വേണമെങ്കിൽ അത് അഡീഷണൽ ആയിട്ടാണ് പലരും ചെയ്യാറ്. പിന്നീട് വീട് പണി തുടങ്ങി അതിന്റെ മുകളിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പം പ്രധാനമായിട്ട് നമ്മൾ അതിനകത്ത് എഗ്രിമെന്റിനകത്ത് ഇലക്ട്രിക്കൽ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു റൂമാണെങ്കിൽ അതിനകത്ത് 2 ലൈറ്റ്, ഒരു ഫാന്, AC, 2 സോക്കറ്റ്, പൊതുവെ അങ്ങനെയാണ് പറയാറ്. ഇനി അതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി അതല്ല, വീട് പണി തുടങ്ങി കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ വർക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ലൈറ്റ് പോയിന്റ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എക്സ്ട്രാ പ്ലഗ് പോയിന്റ് ചിലപ്പോൾ വേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് അഡീഷണൽ എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് വരും. നമ്മൾ എഗ്രിമെന്റ് പറയാത്ത കാര്യമാണ്. ഇനി അതുപോലെ ഇന്റീരിയർ വർക്കുകൾ, ഇന്റീരിയർ പല കോൺട്രാക്ടേഴ്സ് ഇന്റീരിയർ ഇല്ലാതാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫൈനൽ വർക്ക് ആയതുകൊണ്ട് തന്നെ അത് പിന്നീടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്റീരിയർ വർക്കുകൾ അഡീഷണൽ ആയിരിക്കും. അത് പ്രധാനമായിട്ടും പല രീതിയിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്യുന്നത്. WPC, വുഡ്, അല്ലെങ്കിൽ മെറൈൻ പ്ലൈവുഡ്, അലൂമിനിയം, അങ്ങനെയൊക്കെ പല രീതിയിലാണ് ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്നത്. അതിനകത്ത് ജിപ്സം സീലിംഗ് ചെയ്യേണ്ടതുണ്ട്, ചിലപ്പോൾ സീലിംഗ് വർക്കുകൾ കാണത്തില്ല. ഇനിയും കർട്ടന് അല്ലെങ്കിൽ റൂമിലുള്ള ഫർണിച്ചറുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വേണോ വേണ്ടയോ എന്തൊക്കെ രീതിയിലാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നതൊക്കെ ഫൈനൽ ഡിസിഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊന്നും ഇത് ഈ വീട് പണിയുടെ എഗ്രിമെന്റിനകത്ത് അതൊന്നും ആഡ് ചെയ്യാറില്ല. അത് അഡീഷണൽ വർക്കായിട്ടാണ് പിന്നീടാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് കോമ്പൗണ്ട് വോള്, നമുക്ക് ചുറ്റുമുള്ള മതിലിന്റെ പണി. അതും എഗ്രിമെന്റിനകത്ത് വരില്ല. ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ, മുറ്റത്തുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടുള്ള ഗാർഡന്റെ വർക്കുകൾ, പേവിംഗ് ടൈല്, മുറ്റം റെഡിയാക്കുക, വെള്ളം സംഭരണികൾ, മഴവെള്ള സംഭരണി, പിന്നെ എക്സ്ട്രാ ടാങ്കുകൾ എന്തെങ്കിലും വേണമെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ എഗ്രിമെന്റിനകത്ത് വരാത്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ വരുന്ന പൊതുവെ സെപ്റ്റിക് ടാങ്ക്, വാട്ടർ ടാങ്ക്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, പ്ലംബിങ്ങിന്റെ സാനിറ്ററി ക്ലോസറ്റ്, വാഷ് ബേസിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ചില കോൺട്രാക്ടേഴ്സ് പലരും ഇതിനകത്ത് ഫാന്, ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും അഡീഷണൽ ആയിരിക്കും. കാരണം അത് നമുക്കറിയില്ല ഒരു ലൈറ്റ് ഏത് രീതിയിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം വീട് പണി തുടങ്ങുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന ലൈറ്റ് ആയിരിക്കത്തില്ല പിന്നീട് വരുന്നത്. പിന്നീട് അതിനകത്ത് പോയിന്റുകൾ മാറ്റം വരാം. അതുകൊണ്ട് അതൊന്നും ഇന്റീരിയറിന്റെ പാർട്ടും കൂടെ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ എഗ്രിമെന്റിനകത്ത് പെടാത്ത കാര്യങ്ങളാണ്. അപ്പം ഒരു എഗ്രിമെന്റ് പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഗ്രിമെന്റ് വെക്കുമ്പം തന്നെ ഈ കാര്യങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളത് കോൺട്രാക്ടറും
ക്ലയന്റും കൂടെ ആലോചിച്ചിട്ട് അത് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതിൻ്റെയും കൂടെ റേറ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് വരുമെന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എഗ്രിമെന്റ് തയ്യാറാക്കാം. ഇനിയും പലരും പറയും മറ്റു കോൺട്രാക്ടർമാർ ഇതിനകത്ത് ഇങ്ങനെയുള്ള ലൈറ്റും ഫാനും എല്ലാം ഇട്ട് കൊടുക്കുമല്ലോ, നിങ്ങൾ എന്താ ഇട്ട് കൊടുക്കാത്തത്, അല്ലെങ്കിൽ ഇന്റീരിയർ ഉൾപ്പെടെയാണല്ലോ മറ്റവർ ചെയ്യുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഇന്റീരിയർ ചെയ്യുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓണറുടെ ഡിസിഷനാണ്. ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്തിട്ട് ആ റേറ്റും കൂടെ ആഡ് ചെയ്തായിരിക്കും അവർ എഗ്രിമെന്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്താണോ നമ്മൾ ആ എഗ്രിമെന്റിൽ കൊടുക്കുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അഡീഷണൽ ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു ലോഡിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഗ്രിമെന്റിൽ ആഡ് ചെയ്യും. ആ എഗ്രിമെന്റ് പ്രകാരം മണ്ണ് ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുക്കുക, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓണറുടെ സ്കോപ്പിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എഗ്രിമെന്റിൽ എന്താണോ ആഡ് ചെയ്യുന്നത് അതനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം.